വീട്ടുകാരുടെ കൂടെ ഇരുന്ന് മൂവി കാണുന്നത് ഇസ് എ സ്പെഷ്യൽ ഫീലിംഗ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് സിനിമ കണ്ട് തമാശകളൊക്കെ ചിരിക്കുന്നത് എല്ലാം ഒരു ഹാപ്പി മൊമെൻറ്റ് തന്നെയാണ്. ഫാമിലിയായി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൂവി സജഷൻസ് ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഫാദർഹുഡ് 2021 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ കോമഡി ഡ്രാമ ഫിലിമാണിത്. ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്ട്സായ മാറ്റും ലിസും തൻ്റെ ആദ്യ കുട്ടിക്കായി കാത്തിരിക്കുകയാണ്. അവർക്ക് മാഡി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിച്ചു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഡെലിവറിയുടെ സമയത്ത് ലിസ് മരണപ്പെടുകയാണ്. ലിസിന്റെ മരണം മാറ്റിനെ ഭയങ്കരമായി തകർത്തു. പക്ഷേ മാഡിയെ ഒറ്റയ്ക്ക് വളർത്താൻ മാറ്റ് തീരുമാനിക്കുകയാണ്. മാറ്റിന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഈ ഒരു തീരുമാനത്തോട് ഒട്ടും യോജിക്കുന്നില്ല. പക്ഷേ കാലക്രമേണ അവരുടെ എല്ലാം സഹായം കൊണ്ട് മാഡിയെ മാറ്റ് നന്നായി വളർത്തി. തൻ്റെ ഭാര്യയുടെ മരണം മൂലം മാറ്റിനുണ്ടായ പ്രശ്നങ്ങളും അതിൽ നിന്ന് അതിജീവിച്ച രീതിയും തൻ്റെ മകളെ വളർത്തിക്കൊണ്ടുവന്നതെല്ലാം വളരെ മനോഹരമായിട്ടാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. ഈ മൂവി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എബൌട്ട് ലവ് 2019 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഫിലിമാണിത്. മഹാരാഷ്ട്രയിലെ ഒരു ഹിന്ദു ഫാമിലിയുടെ 3 വർഷത്തെ ജീവിതമാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ കാണിക്കുന്നത്. അർച്ചന പാത്കെ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അർച്ചനയുടെ കുടുംബത്തെ തന്നെയാണ് ഈ ഡോക്യുമെൻ്ററിയിലും കാണിക്കുന്നത്. ഈ കുടുംബത്തിൽ 3 ജനറേഷനിലുള്ള വ്യക്തികളുണ്ട്. അർച്ചനയുടെ ഗ്രാൻഡ് പാരൻസ്, ഹർ ബ്രദർ ആൻഡ് ഹർ സിസ്റ്റർ. ഒരു പേട്രിയാക്കൽ ഇന്ത്യൻ ഫാമിലി സ്ട്രക്ചറിലെ സ്ത്രീകളുടെ റോള് ഈ ഡോക്യുമെൻ്ററിയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഒരു നോർമൽ ഫാമിലിയുടെ അഗ്ലി നേച്ചറും ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. ലൈക്ക് ഫാമിലി ഇഷ്യൂസ്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്സ്. ഈ ചിത്രം നമുക്ക് എല്ലാവർക്കും വളരെയധികം റിലേറ്റബിൾ ആണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഇതുപോലത്തെ ഫൈറ്റ്സ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ മൂവി ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. മിറാക്കിൾ ഇൻ സെൽ നമ്പർ 7 2019 പുറത്തിറങ്ങിയ ഒരു ടർക്കിഷ് ഡ്രാമ ഫിലിമാണിത്. മെൻ്റലി ഇംപയർഡായ മെമോയും തൻ്റെ മകളായ ഓവയുടെയും മനോഹരമായ ബോണ്ടിന്റെ കഥയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. താൻ ചെയ്യാത്തൊരു കുറ്റം മൂലം മെമോയെ ജയിലിൽ അടയ്ക്കുകയാണ്. അതിനുപരി ജീവപര്യന്തം ശിക്ഷയ്ക്കും വിധിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ കാലക്രമേണ ആ ജയിലുള്ള അന്തേവാസികൾ മെമോ ഇന്നസെൻ്റ് ആണെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകളായ ഓവയുമായി മെമോയെ വീണ്ടും ഒന്നിക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഓവ മെമോയെ കാണാൻ സ്ഥിരമായി ജയിലിൽ വരാൻ തുടങ്ങി. ഈ ചിത്രം പ്രേക്ഷകരെ വളരെയധികം ഇമോഷണലി ഹുക്ക് ചെയ്യും. മിറക്കിൾ ഇൻ സെൽ നമ്പർ 7 എന്ന ചിത്രത്തിന് ഒരു ഹാപ്പി ആൻഡ് ചാമിങ് എൻഡിങ് ആണുള്ളത്. ഈ സിനിമ കണ്ട് കണ്ണ് നിറയാത്തവരാരും ഉണ്ടാകില്ല. ഈ ചിത്രം ഒരു ട്രൂ മാസ്റ്റർ പീസ് തന്നെയാണ്. ഈ മൂവി നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ്.